അയ്യോ എന്തൊരു മിനിമിനിപ്പ്. ഇത് ആരുടെ കാറ്? തോമസ് മാത്യു സാറിന്റെ. ഏത് തോമസ് മാത്യു? ആദിയുടെ സ്പോൺസർ. അങ്ങേരെ ആസ്ട്രേലിയക്ക് പോകാനുള്ള വിസയുമായി വന്നതാ. ഞങ്ങൾ ആദ്യം ഒന്ന് ആസ്ട്രേലിയക്ക് പോയിച്ചു വരട്ടെ. ഈ വീട്ടുമുറ്റത്തും കിടക്കും ഇതുപോലൊരു കാറ്. ഞാൻ ഇങ്ങനെ ഒരു ഓഫർ തരുമ്പോ ഒരിക്കലും പ്രതീക്ഷിച്ചതല്ല ഇത്രയും പെട്ടെന്ന് ആദ്യത്തിന് 10 പേരെ സംഘടിപ്പിക്കാൻ കഴിയുമെന്ന്. ഇത് 10 പേരുടെ വിസയുടെ ഡ്യൂപ്ലിക്കേറ്റ് കോപ്പിയാണ്. പിന്നെ ഇത് ആദിക്കുള്ള വിസ. ഇതൊരിക്കലും എന്റെ ഔദാര്യമല്ല, ആദിയുടെ ഹാർഡ് വർക്കിനുള്ള കോംപ്ലിമെന്റ്. താങ്ക് യു സർ. സർ, ഇതെന്റെ അമ്മയാണ്. പറയാതെ തന്നെ മനസ്സിലാവും അമ്മയുടെ സൗന്ദര്യമാ ആദിക്ക് കിട്ടിയിരിക്കുന്നത്. സർ, ഇതെന്റെ അപ്പനാ. നോനോ, എനിക്കിത് വിശ്വസിക്കാൻ പറ്റുന്നില്ല. അയ്യോ, സത്യമായിട്ട് എന്റെ അപ്പനാ. ഇത് ആദിയുടെ അപ്പനാണെന്ന് കണ്ടാ പറയില്ല. ഈ പ്രായത്തിൽ ഇത്രയും മുതിർന്ന മകനോ? ആദിയുടെ ഫാദർ വളരെ യങ് ആണ്. എനിവേ, യു ആർ ലക്കി. ആദി, ഇപ്പൊ വരാപ്പാ. അവന് പോകാനുള്ളതെല്ലാം ശരിയായി. ഇപ്പൊ സന്തോഷിക്കല്ലേ വേണ്ടത്? എന്നിട്ടെന്താ ഇങ്ങനെ മുഖം കറുപ്പിച്ച്? അതിന് എന്റെ മുഖം വെളുത്തിട്ടല്ലോ ലക്ഷ്മി. അവനൊരു നല്ല ഭാവി ഉണ്ടാവണം തന്നെ എന്റെയും പ്രാർത്ഥന. പക്ഷേ നമുക്കിടയിൽ അവനില്ലാത്തൊരു ദിവസത്തെ കുറിച്ച് എനിക്ക് ചിന്തിക്കാൻ പോലും പറ്റണില്ല. അപ്പൊ നെക്സ്റ്റ് മൺഡേ ഹോട്ടൽ വൈറ്റ് സിറ്റി. ഓക്കെ സർ. ഗുഡ് മോർണിംഗ് സർ. മോർണിംഗ്. വൺ മിസ്റ്റർ തോമസ് മാത്യു, റൂം നമ്പർ 105. 1 സെക്കൻഡ് സർ. സോറി സർ, തോമസ് മാത്യു എന്നൊരാളിവിടെ റൂം എടുത്തിട്ടില്ല. അവനാ ആന്റണി ആദിത്യവർമ്മ. അവനിപ്പോൾ ഹോട്ടൽ വൈറ്റ് സിറ്റിയിൽ എത്തിക്കാണും. ഞാൻ ഇങ്ങോട്ട് പറഞ്ഞ വിവരം പാവം അവൻ അറിയില്ലല്ലോ. ഏക് ബുദ്ധു ഹേ ദുനിയാ കാ നമ്പർ 1 ബുദ്ധു. ആന്റണി ആദിത്യവർമ്മ. ഗാവോ പിയോ മസ്സ കരോ. എടോ, ദിവസവും നമ്മൾ പത്രങ്ങളിലൂടെയും ചാനലിലൂടെയും ഇതുപോലുള്ള നിരവധി ചീറ്റിങ്ങൾ അറിയുന്നുണ്ട്. എന്നിട്ടും നിന്നെ പോലൊരാൾ അവന്റെ വലയിൽ വ്യാജ മേൽവിലാസവും മരിച്ചുപോയ ഒരാളുടെ പേരിലുള്ള മൊബൈൽ ഫോണും അവൻ നിന്നെ സമർത്ഥമായി കബളിപ്പിച്ചിരിക്കുന്നു. സാറിന് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? ആദിത്യ, നീ തന്ന പരാതിയിന്മേൽ അന്വേഷണം നടക്കും. ഇനി അവൻ പിടിക്കപ്പെട്ടാലും അവന്റെ പേരിൽ സ്വത്തില്ലെങ്കിൽ അവന് കിട്ടാൻ പോകുന്നത് കുറച്ചു കാലത്തെ ജയിൽവാസം. അതുകൊണ്ടൊന്നും നീ മീഡിയേറ്ററായി വാങ്ങിക്കൊടുത്ത 40 ലക്ഷം രൂപയുടെ ഉത്തരവാദിത്വത്തിൽ നിന്ന് നിനക്ക് ഒഴിഞ്ഞു മാറാൻ പറ്റുമോ?
കർത്താവേ, എന്റെ ലോറി ഇനി ആന്റണിയുടെ മുറ്റത്ത് കിടന്ന് അത് അപകടമാ. എടുത്തു മാറ്റിക്കളയാം. ഇനി അവൻ ഈ വളയം പിടിക്കണ്ട. ഞാനല്ലേ തെറ്റിയത്? അവരെന്നെ ശിക്ഷിച്ചോട്ടെ. അവരെന്തിനപ്പുറം അകത്തേക്ക് കേറി പോടാ. ഇനിയെങ്കിലും അപ്പം പറയണൊന്ന് കേക്കണ. മതി, നിർത്ത്. ഇനിയൊന്നും പറയരുത്. ആരെയും കണ്ണടച്ച് സ്നേഹിക്കുകയും വിശ്വസിക്കുകയും ചെയ്യുന്ന ഈ ആന്റണിയുടെ മകൻ ഒരു അബദ്ധം പറ്റി. എല്ലാരും അവനോട് ക്ഷമിക്കണം. അവനെ ശപിക്കരുത്. ഞാൻ പറയട്ടെ, കർത്താവിന് നിരക്കാത്ത ഒന്നും ഞാൻ എന്റെ കുടുംബം ചെയ്തിട്ടില്ല. ഈ വീടും സ്ഥലം വിറ്റിട്ട് ഞാൻ നിങ്ങളുടെ കാശ് തരും. ആന്റണി വെറും വാക്ക് പറയാറില്ല. ഒരൊറ്റ അപേക്ഷയുള്ളൂ. അതിനൊരു അല്പം സാവകാശം എനിക്ക് തരണം. എല്ലാരും പിരിഞ്ഞു പോണം. ആന്റണി പറഞ്ഞോണ്ട് പോവാ. മാറ്റങ്ങളാ. എവിടെയാടാ നിന്റെ മോൻ? വിളിക്കവനെ. അവനെ നീ എവിടെ ഒളിപ്പിച്ചാലും ഞങ്ങള് പൊക്കും. ഏയ് വേണ്ട. നമ്മുടെ ആന്റണി ചേട്ടനോട് ഇങ്ങനെ പെരുമാറാൻ പാടുണ്ടോ? ഒന്നുമില്ലെങ്കിലും 5 കാശ് പ്രതിഫലം വാങ്ങാതെ നാട് റോഡിൽ വെച്ച് നല്ല നാടൻ പാട്ടും നാടൻ തല്ലും കാഴ്ചവെച്ച വലിയൊരു കലാകാരനാണ് ഇദ്ദേഹം. കലാകാരന്മാരെ ബഹുമാനിക്കണ്ടേ? ആദിത്യനെ കാണേണ്ട ആവശ്യം എനിക്കില്ല. കാരണം ഇടപാട് നമ്മൾ തമ്മിലായിരുന്നല്ലോ. 4 ലക്ഷം രൂപ എന്നോട് വാങ്ങിയത് ആന്റണിയാ. അല്ലേ ആന്റണി? അതെ. കേട്ടോടാ, ആന്റണി സത്യസന്ധന. ആന്റണിയുടെ വാക്ക് വിശ്വസിച്ച് കാശ് കിട്ടാനുള്ളവന്മാർ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയത് വെറുതെ അല്ലെന്ന് ഇപ്പം മനസ്സിലായില്ലേ? നിങ്ങളുടെ കാശ് ഞാൻ പെട്ടെന്ന് തരാം. എന്നാ പെട്ടെന്ന് തന്നേക്ക്. ഞങ്ങൾക്ക് പോകാൻ തിരക്കുണ്ട്. ഇവർക്കൊക്കെ ഒരുപാട് ജോലി തിരക്കുള്ളതാ. എനിക്ക് കുറച്ച് അവധി തരണം. അവധി തരാൻ ഞാൻ നിന്റെ മേലുദ്യോഗസ്ഥനൊന്നും അല്ലല്ലോ ആന്റണി. നടക്കുന്ന കാര്യം ഞാൻ തന്നെ പറയാം. നിന്റെ ആനയെ ഞാൻ എന്റെ വീട്ടിലേക്ക് കൊണ്ടുപോവാ. ഇനി മാടമ്പാട്ട് തറവാട്ട് മുറ്റത്ത് നിൽക്കട്ടെ. എന്തേ അടങ്ങി നിക്കടാ. തടയാൻ വരരുതാനാണി. തടയാൻ വന്നാ ഈ മുറ്റത്തിട്ട് എല്ലാത്തിനും വെട്ടിനുറുക്കി ചോര കൊണ്ട് എന്നെ കണക്കെഴുത്തള്ളും. വിളിക്കണം നമ്മുടെ ആന ഡ്രൈവറെ. ഞാനൊന്ന് പറയട്ടെ, ആന്റണിച്ചിന് എല്ലാത്തിനും ഒരു പരിഹാരം കാണും. നാട്ടുകാരെയൊക്കെ ആന്റണിച്ച പറഞ്ഞ് നിർത്തിയിട്ടുണ്ട്. നാട്ടുകാരുടെ മുന്നിൽ പിടിച്ചു നിൽക്കാൻ ഒരു പക്ഷെ എനിക്ക് പറ്റിയേക്കും. പക്ഷെ അപ്പന്റെ മുന്നിൽ ഇനി വയ്യ. കാരണം ഇതുപോലൊരു മകനെ സ്നേഹിച്ചൊരപ്പൻ ഈ ലോകത്ത് വേറെ ഉണ്ടാവില്ല.
ലക്ഷ്മിയെ നമ്മുടെ മോൻ കരയണ്ട. ഇപ്പൊ അവൻ ഇവിടുന്ന് മാറി നിൽക്കുന്നത് തന്നെയാ എന്തുകൊണ്ടും നല്ലത്. നീ കരഞ്ഞു വെറുതെ എന്നെയും വിഷമിപ്പിക്കില്ലേ.